അസ്ലം 2016 മുതൽ ഈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായി വന്ന് ഇവിടെ ടി വിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ടി ഇബ്രാഹിമിൻ്റെ ഒരു തോട്ടാണ് ഇവിടെ ഒരു പള്ളി ഉണ്ടാവുന്നത്. കാരണം ഒരുപാട് ദൂരെ പോയി പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ട ഒരു ഗതികേടാണ്. അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരുപാട് ആൾക്ക് ജുമാ മിസ്സാവുന്നു, ഒരുപാട് ആളുകൾക്ക് നമസ്കാരം മിസ്സാവുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പള്ളി വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പള്ളി ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ 2016 മുതൽ ഇന്ന് വരെയും ഇവിടെ ഇപ്പോൾ അസ്ലമിൻ്റെ കൊളീഗായിട്ടുള്ള ആളുകൾ അവർ വളർന്ന് അവർ സെറ്റിൽഡായി ജോലി ചെയ്യുന്നു, പുറത്ത് പോകും, വിദേശത്തുണ്ട്, നാട്ടിൽ കച്ചവടം ചെയ്യുന്നു. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെയും അസ്ലം മറ്റൊന്നും ചെയ്യാതെ ഈ പള്ളി നിർമ്മാണത്തിൻ്റെ വഴിയിൽ മാത്രം സഞ്ചരിച്ച് ഇത് പൂർത്തീകരിക്കുകയാണ്. ഇതിൽ പിതാവ് കുഞ്ഞാലിക്ക് അവിടെ ഉണ്ട്. അദ്ദേഹത്തോട് പറയാണ്, നിങ്ങളുടെ മകൻ്റെ സേവനം ഈ 16 വർഷം ഒരു പക്ഷേ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു രീതിയിലും നിങ്ങൾ വിചാരിച്ച ഒരു മകൻ എന്ന രീതിയിലുള്ള സപ്പോർട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ ഒരു സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. ഒരിക്കലും അതൊരു ഈ 9 വർഷത്തെ യാത്ര ഒരിക്കലും നഷ്ടമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല എന്നുകൂടി ഞാൻ കുടുംബത്തോട് പറയാം.